എല്ലാവർക്കും നമസ്കാരം. ദേവീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് പച്ചക്കറി തൈ നടുന്ന. ഞാൻ ഏത് പച്ചക്കറിയാണെങ്കിലും നടുന്ന രീതി ഇതാണ് കേട്ടോ. അതാണ് നിങ്ങളെ കാണിച്ചു തന്നത്. ആദ്യം ചട്ടി എടുക്കുക, അല്ലെങ്കിൽ ഗ്രോ ബാഗ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടാനുള്ള എന്ത് പാത്രമാണെന്ന് വെച്ചാൽ അതെടുക്കുക. എന്തിലാണെങ്കിലും എടുക്കുക. ഇത് കരിയിലയാണ്. നമ്മൾ കരിയിലയൊക്കെ അടിച്ച് വേസ്റ്റ് വന്നത് വെക്കണതാണ്. ആദ്യം കരിയില ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മൾ കുറച്ച് പച്ചില, പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കമ്പോസ്റ്റ് വളമില്ലേ, ആ വളം അത് കുറച്ച് മണ്ണിലേക്ക്. വളമായിരിക്കും ഈ കമ്പോസ്റ്റ് ആയിരിക്കും ഞാൻ കൂടുതൽ ഇറങ്ങാം, മണ്ണ് കുറച്ചേ ചേർക്കുള്ളൂ. അപ്പോൾ ഈ ചട്ടിക്ക് വെയിറ്റും കുറയും, അങ്ങനെയുള്ളൊരു ഗുണമുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് വച്ചേക്കണേ വളമാണ്. കുറച്ച് കുമ്മായവും ഇട്ട് ട്രീറ്റ് ചെയ്താണ്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഞാനിങ്ങനെ ട്രീറ്റ് ചെയ്തിട്ട് വച്ചേക്കും. നടാൻ നേരത്ത് ഈ പച്ചക്കറിയുടെ വേസ്റ്റും ഈ കരിയിലയും ഇതെല്ലാം വെച്ച് വാരി നിറച്ച് തൈ നടുകയാണ് പതിവ്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുക. ഈ വളമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കും. ഇത്രയും മതി, മണ്ണിത് മതി. കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ കരിയിലേയും അല്ലെങ്കിൽ പച്ചില വളമൊക്കെ ഇല്ലേ, താന്ന് അമർന്ന് അങ്ങോട്ട് പോകും. അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ച് വളവും മണ്ണും അല്ലെങ്കിൽ കമ്പോസ്റ്റ് വളമോ എന്തെങ്കിലും ചേർത്ത് പിന്നെ ഫില്ല് ചെയ്യാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങോട്ട് ഇരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നടണത്. എന്നിട്ട് ഇതാണ് തൈ. ഇത് കാന്താരി, ചെറിയ പച്ച കാന്താരിയുടെ തൈയാണ്. ആ തൈയാണ് നമ്മളിപ്പോൾ ഇതിൽ നടാൻ പോണത്. ഇതാണ് നമുക്ക് എൻ്റെ ഈ അടിയിലത്തെ മണ്ണ് കളയണം. അടിയിലത്തെ മണ്ണ് മുഴുവൻ പശയുള്ളതാണ്. അപ്പോൾ അത് കളഞ്ഞിട്ട് ഈ തൈ നമുക്ക് വയ്ക്കാം. വേണ്ട, നമ്മൾ പച്ചമുളക് അതുമാതിരി നട്ടിട്ട് ഉണ്ടാവണതാണ് കാണുന്നത്. ഒക്കെ കാച്ച് തുടങ്ങണേ ഉള്ളൂ കേട്ടോ. എന്താ ഇതിനൊന്നും പുഴുക്കേടൊന്നും ഉള്ളതല്ല കേട്ടോ. ഉണ്ടാവാൻ ഒരു കേടുമില്ല. ഇങ്ങനെ വച്ച ഒരു തൈയാണ് ഇത്. കണ്ട വെയിറ്റ് ഒട്ടുമില്ല ഇതിന്. കണ്ട അങ്ങനെ വച്ച തൈകളാണ്. ഞാൻ എല്ലാ തൈകളും ഇങ്ങനെയാണ് വയ്ക്കണത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് അല്ലെങ്കിൽ വെണ്ട ഇതെല്ലാം ഇങ്ങനെ വച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതിന് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നിങ്ങളെല്ലാവരും തൈകൾ വച്ച് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വീട്ടിലെ വേസ്റ്റൊക്കെ പോകില്ല, പച്ചക്കറിയുടെ വേസ്റ്റ് അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ നമുക്ക് വളമാക്കിയെടുക്കാം. ഇതുമാതിരി തൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി അല്ലെങ്കിൽ കാന്താരി മുളകിനൊക്കെ ഒരുപാട് വിഷമുള്ളതെന്ന് പറയണേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ വീട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കീടങ്ങളാണ്. അപ്പോൾ നമ്മളതിന് ഈ ഇതൊക്കെ പോവാനായിട്ട് അടിച്ചു കൊടുക്കണത് വെളുത്തുള്ളി മിശ്രിതം അല്ലെങ്കിൽ വേപ്പെണ്ണ മിശ്രിതമൊക്കെയല്ലേ നമ്മൾ എന്നിട്ടുമുണ്ട്. എന്നാലും നമ്മൾ ഇത്രയൊക്കെയല്ലേ ആവണുള്ളൂ. അപ്പോൾ പുറത്തുള്ളവരെന്തായാലും വിഷം തന്നെയായിരിക്കും അടിക്കണത്. പച്ചക്കറിയിൽ ഏറ്റവും കീടങ്ങളുള്ളത് മുളകിനാണ്. വേറെ ബാക്കിയുള്ളതിനൊന്നും അത്രയില്ല. മുളകിനാണ്. തയ്യായിരിക്കുമ്പോൾ മുതലേ മുരടിച്ചും കുരുടിച്ചും ഒക്കെ പോയി അതിനൊക്കെ വളം വയ്ക്കുമ്പോൾ തന്നെ അവരെന്തായാലും വിഷം അടിച്ചിട്ടാണ് വയ്ക്കണത്. അപ്പോൾ അതുകൊണ്ട് പച്ചമുളകെങ്കിലും നമ്മൾ അല്ലെങ്കിൽ കാന്താരി മുളക് അങ്ങനെയുള്ളതൊക്കെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.